2 ലക്ഷത്തിലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രദേശമായ വൈപ്പിൻകരയിൽ നിന്ന് മത്സ്യത്തൊഴിലാളിയുടെ ഇടയിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവന് വേണ്ടി സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് തൊട്ടുമുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട നമ്മളെക്കാൾ എല്ലാവരേക്കാൾ ഉൾക്കാഴ്ചയുള്ള സാറ് പറഞ്ഞൊരു പോയിന്റ് മാത്രമാണ് ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുന്നോടിയായി 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ പറയുന്ന പോയിന്റ് തന്നെ വിശദമായി പറയാം. നിലവിൽ തമിഴ്നാട് പറയുന്ന ഒരു കാര്യം 130 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെടുത്തി കൂടുതൽ ഉയരത്തിൽ ജലം നിലനിർത്തണമെന്ന് പറയുന്നത് കാര്യം അത് ഒരിക്കലും പ്രായോഗികമല്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. 130 വയസ്സുള്ള ഒരു വൃദ്ധനെ 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാക്കി മാറ്റാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും പ്രായോഗികമല്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ കേരളം പറയുന്ന ഒരു കാര്യം, പുതിയ അണക്കെട്ട് 400 മീറ്റർ താഴ്ചയിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന് കേരളം പറയുന്ന കാര്യം. 400 മീറ്റർ താഴ്ചയിൽ നിലവിലുള്ള അണക്കെട്ടിന്റെ താഴെ പുതിയ അണക്കെട്ട് നിർമ്മിക്കുമ്പോൾ അത് 192 അടി ഹൈറ്റിൽ നിർമ്മിക്കേണ്ടതായിട്ട് വരും. നിലവിലുള്ള അണക്കെട്ടിനേക്കാൾ ഉയരം കൂട്ടി. അപ്പോൾ തന്നെ അതിൽ നിലവിലുള്ള അണക്കെട്ടിനേക്കാൾ 1.5 ഇരട്ടി വെള്ളം കൂടുതൽ കൊള്ളുകയും വരും തലമുറക്ക് വലിയൊരു ജലബോംബായി മാറുകയും ചെയ്യും. ഈ അണക്കെട്ട് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്തായതിനാൽ ഏത് സമയത്തും തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. 20 വർഷത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഒരു അണക്കെട്ട് നിർമ്മിക്കുക എന്നുള്ളതും ഒരിക്കലും പ്രായോഗികമല്ലാത്ത കാര്യമാണ്. സുപ്രീം കോടതിയിൽ 2 കാര്യങ്ങളാണ്. കേരളം പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന് പറയും, തമിഴ്നാട് പഴയ അണക്കെട്ട് ബലപ്പെടുത്തി നിർത്തണമെന്ന് പറയും. ഈ 2 കാര്യങ്ങളും ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം കേരളം പറയുന്നത് തമിഴ്നാട് എതിർക്കും, തമിഴ്നാട് പറയുന്നത് കേരളം എതിർക്കും. പക്ഷേ ഈ 2 സംസ്ഥാനങ്ങളും ഒരു കാര്യത്തിന് വേണ്ടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ കാര്യം വളരെ പെട്ടെന്ന് നടക്കും. അതിനൊരു ആശയമുണ്ട്, അതിനൊരു വഴിയുണ്ട്. 10 വർഷം മുമ്പ് നമ്മുടെ സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുള്ളതിൽ ഒരു ബദൽ മാർഗം എന്ന നിലയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സാർ പറഞ്ഞ അതേ പോയിന്റ്, അണക്കെട്ടിന്റെ 50 അടി ഉയരത്തിൽ ഒരു തുരങ്കം നിർമ്മിച്ച് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് താഴെ നിൽക്കുകയും മുല്ലപ്പെരിയാറിൽ തമിഴ്നാടിന് എന്നേക്കുമായി ജലം ലഭിക്കുകയും, കാരണം നിലവിലുള്ള 50 അടി മുതൽ 104 അടി വരെയുള്ള ജലനിരപ്പിൽ 56 അടി വെള്ളം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പോൾ തമിഴ്നാട് സ്ഥിരമായി ജലം ലഭിക്കുകയും കേരളത്തിലെ ജനങ്ങളുടെ ഭീഷണി എന്നേക്കുമായി ഇല്ലാതാകുകയും നമുക്ക് എല്ലാവർക്കും സമാധാനം ഉറങ്ങുകയും ചെയ്യാം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. 10 വർഷം മുമ്പ് സുപ്രീം കോടതി തമിഴ്നാടിന് അനുകൂലമായാണ് വിധി പ്രഖ്യാപിച്ചതെങ്കിലും 152 അടി ഉയരത്തിലേക്ക് വെള്ളം ഉയർത്തണമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും അതിനോടനുബന്ധിച്ച് സുപ്രീം കോടതി ഒരു ബദൽ നിർദ്ദേശം എന്ന രീതിയിൽ നമ്മൾക്ക് മുന്നിൽ ഒരു കാര്യം അവതരിപ്പിച്ചിരുന്നു. ആ കാര്യമായിരുന്നു 50 അടി ഉയരത്തിൽ തുരങ്കം നിർമ്മിച്ച് തമിഴ്നാടിന് വെള്ളം കൊടുക്കുക എന്നുള്ളത്. പക്ഷേ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും രാഷ്ട്രീയ കക്ഷികൾ ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ സംസാരിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കലും നടക്കാത്ത 2 കാര്യത്തിന് വേണ്ടി ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യത്തിൽ നിന്ന് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരേ സമയത്ത് ജനങ്ങൾ മുല്ലപ്പെരിയാറിൽ തുരങ്കം നിർമ്മിച്ച് തമിഴ്നാടിന് വെള്ളം കൊടുക്കണം, കേരളത്തിലെ പ്രശ്നം തീർക്കണം എന്നുള്ള കാര്യം തമിഴ്നാട്ടിലെ ജനങ്ങൾ ഒരേ സമയത്ത് പറയുകയാണെങ്കിൽ, അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയാണെങ്കിൽ, ഈ ഒരൊറ്റ ആശയത്തിന് വേണ്ടി മുന്നോട്ട് പോവുകയാണ് നടന്നിരിക്കും. നിലവിലുള്ള 2 രാഷ്ട്രീയ കക്ഷികൾക്കും ഈ കാര്യം നടത്തേണ്ടതായിട്ട് വരും. അതിലേക്ക് അവർ എത്തിച്ചേരും. കാരണം 2 ജനങ്ങൾ ഒരേ കാര്യം തന്നെയായിരിക്കും പറയുന്നത്. ആർക്കും ഒരു എതിർപ്പും ഉണ്ടാവില്ല. നിലവിൽ ഈ തുരങ്കം നിർമ്മിക്കുന്ന കാര്യത്തെക്കുറിച്ച് തമിഴ്നാട്ടിലെ ആർക്കും എതിർപ്പില്ല, കേരളത്തിലെ ആർക്കും എതിർപ്പില്ല. ഉന്നതാധികാരി സമിതികൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് 10 വർഷം മുമ്പ് സുപ്രീം കോടതി ഇതിനെക്കുറിച്ച് പഠിച്ച ശേഷം ഈ ബദൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഒരൊറ്റ ആശയത്തിലേക്കല്ലേ, തമിഴ്നാടും കേരളവും ഒരുമിച്ച് നിൽക്കുന്ന ആശയത്തിലേക്ക്. അപ്പോൾ ഒരേ നിഗമനത്തിൽ എന്ന രീതിയിൽ, ഒരേ പോയിന്റിൽ എന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ സമരം ഒരു ദിവസം കൊണ്ട് തീരും. കാരണം തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായ സ്റ്റാലിനും കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ഒരു മേശയ്ക്ക് ചുറ്റും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്താൽ ഈ ഒരു തുരങ്ക നിർമ്മാണത്തെ കുറിച്ച് തീരുമാനമെടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇതിനു പിന്നിൽ പല സ്വാർത്ഥ കക്ഷികളും ഈ സമരങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന പലരുടെയും ആഗ്രഹ നിമിത്തം 10ഉം 16ഉം വർഷം കഴിഞ്ഞിട്ടും ഇത് സമരങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇങ്ങനെ തന്നെ പോകും. അപ്പൊ അതുകൊണ്ട് തമിഴ്നാട്ടിലെ ജനങ്ങളെയും കേരളത്തിലെ ജനങ്ങളെയും ഒരുപോലെ കാര്യമായിട്ട് പരിഗണിക്കുന്ന രീതിയിലുള്ള ഈ ആശയം നമ്മൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവനിന്റെ ഷോടും തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് സ്ഥിരമായി വെള്ളവും ലഭിക്കും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിനുവേണ്ടി എനിക്ക് എന്റെ ജീവൻ മാത്രമേ നൽകാനുള്ളൂ. എന്റെ കൂടെ വൈപ്പിൻകരയിൽ നിന്ന് കുറെ അധികം പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഇതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പ്രളയത്തിൽ മത്സ്യത്തൊഴിലാളികൾ കുറേയധികം ആളുകളെ രക്ഷിക്കാൻ സാധിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഈ അണക്കെട്ട് തകരാണ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒരു പോംവഴി നമ്മുടെ മുമ്പിൽ ഏറ്റവും എളുപ്പവഴി. പിന്നെ ഒരു കാര്യം പറയും, 50 അടി ഉയരത്തിൽ തുരങ്കം നിർമ്മിക്കുന്നത്
1 വർഷത്തിൽ താഴെയുള്ള സമയം കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കേണ്ടത് 10-1 ചെലവിൽ ചെയ്യാൻ സാധിക്കും. ഇത്രയും എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാനുള്ള ഒരു പരിഹാര മാർഗം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും അത് നീട്ടിക്കൊണ്ടു പോകുന്നത് ഭരണകർത്താക്കളുടെ ജനങ്ങളോടുള്ള അനീതിയാണ്. അതിന് ജനങ്ങൾ 2 സ്ഥലത്തെയും ജനങ്ങൾ, തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനങ്ങൾ ഒരേ സമയം പ്രതികരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഞങ്ങൾ 2 ലക്ഷത്തോളം ജനങ്ങൾ എല്ലാത്തിനും കൂടെ ഉണ്ടാവും. നന്ദി, നമസ്കാരം.